തൃശ്ശൂരിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച മൂത്തേടത്ത് പാഞ്ചൻ രാമചന്ദ്രൻ എന്ന MP രാമചന്ദ്രൻ ഉജാലയെ ഒരു ബ്രാൻഡാക്കി മാറ്റിയ കഥ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. പഠനശേഷം അക്കാലത്ത് ആളുകൾ ചിന്തിച്ച പോലെ തന്നെ ഏതെങ്കിലും നല്ലൊരു ജോലി തേടി ഗൾഫിലേക്ക് പോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിന്റെ ആദ്യ പടിയായിക്കൊണ്ട് ബോംബെയിലെത്തുന്നു. ബോംബെയിൽ എത്തിയ ശേഷം ആ തീരുമാനം മാറ്റി അവിടെ കെമിക്കൽ ആൻഡ് അരോമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ അദ്ദേഹം അക്കൗണ്ടന്റ് ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നു. തൻ്റെ അച്ഛനെ പോലെ തന്നെ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു MP രാമചന്ദ്രൻ. എന്നാൽ ഇത് പെട്ടെന്ന് നിറം മങ്ങും. തുടർച്ചയായി വെള്ളവസ്ത്രത്തിൽ നീലം മുക്കുമ്പോൾ നീല നിറത്തിലുള്ള പാട് വരുന്നതായി അദ്ദേഹം കാണുന്നു. അന്നത്തെ കാലത്ത് ഫാബ്രിക് വൈറ്റ്നേഴ്സ് ഗുണമേന്മയുടെ കാര്യത്തിൽ തീരെ പുറകിലായിരുന്നു. ഒരു അക്കൗണ്ടന്റ് എന്ന നിലയിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന വെള്ളവസ്ത്രങ്ങൾ നിറം മങ്ങാതെ സൂക്ഷിക്കുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി മാറി. അദ്ദേഹം ജോലി ചെയ്തിരുന്ന കെമിക്കൽ കമ്പനിയിലെ എക്സ്പേർട്ടുമായി ചേർന്ന് വസ്ത്രങ്ങൾ വെള്ളയായി സൂക്ഷിക്കുന്ന ഒരു ഫാബ്രിക് വൈറ്റ്നർ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. ആ സമയത്ത് തൻ്റെ വസ്ത്രത്തിന്റെ നിറം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇത് ഉപയോഗിച്ചു വന്നിരുന്നത്. ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം താൻ ജോലി ചെയ്തിരുന്ന കെമിക്കൽ കമ്പനി പൂട്ടിപ്പോവുകയാണ്. അദ്ദേഹത്തിന് ജോലി നഷ്ടമാകുന്നു. തൊഴിൽ നഷ്ടപ്പെട്ടതോടുകൂടി ഒരു ഫാബ്രിക് വൈറ്റ്നർ കമ്പനി നിർമ്മിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുകയാണ്. സ്വന്തം അടുക്കളയിൽ തന്റെ കെമിക്കൽ കമ്പനിയിലെ അറിവ് വെച്ച് ഒരു വർഷത്തോളമുള്ള പരീക്ഷണത്തിൽ വസ്ത്രം വെളുപ്പിച്ചെടുക്കാനുള്ള ഫോർമുല അദ്ദേഹം കണ്ടെത്തി. പ്രൊഡക്റ്റ് വിപണിയിലേക്ക് ഇറക്കാൻ അദ്ദേഹത്തിന്റെ കൈവശം സമ്പാദ്യമായി ഉണ്ടായിരുന്നത് 5000 രൂപ മാത്രമായിരുന്നു. ആ പണം ഉപയോഗിച്ച് തന്റെ നാടായ തൃശൂർ ഗുരുവായൂരിൽ ഒരു ഫാക്ടറി നിർമ്മിക്കാൻ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു. പാരമ്പര്യ സ്വത്തായി കിട്ടിയ ഭൂമിയിൽ ഫാക്ടറി നിർമ്മിക്കുന്നു. മകളുടെ പേരായ ജ്യോതി എന്ന പേരാണ് ഫാക്ടറിക്ക് ഇടുന്നത്. ഉജാല എന്ന പേരിൽ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാനും തീരുമാനിക്കുന്നു. ആ സമയത്ത് മാർക്കറ്റിലുണ്ടായിരുന്ന ഫാബ്രിക് വൈറ്റ്നേഴ്സ് എല്ലാം പൗഡർ രൂപത്തിലായിരുന്നു. എന്നാൽ ജ്യോതി പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യമായി ലിക്വിഡ് രൂപത്തിൽ ഫാബ്രിക് വൈറ്റ്നേഴ്സ് മാർക്കറ്റിൽ എത്തിച്ചത്. 500 ബോട്ടിലുകളാണ് ആദ്യം വിൽപ്പനയ്ക്ക് വെച്ചത്. തൃശ്ശൂരും മലപ്പുറം ജില്ലയിലുമായിട്ട് തൊഴിലാളികൾ വീടുകൾ തോറും കയറിയിറങ്ങി ഈ ഉജാല എന്ന പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. എന്നാൽ കാര്യമായിട്ടുള്ള യാതൊരു നേട്ടവും ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചില്ല. കമ്പനി നഷ്ടത്തിലേക്ക് പോകുമെന്ന് MP രാമചന്ദ്രൻ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് മലപ്പുറത്തെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് 1000 ഉജാല ബോട്ടിലുകളുടെ ഒരു ഓർഡർ വരുന്നത്. അവിടെ നിന്നാണ് ഉജാല പച്ച തൊടാൻ വേണ്ടി തുടങ്ങുന്നത്. ആദ്യ വർഷം 40,000 രൂപയുടെ വിറ്റുവരവുണ്ടാകുന്നു. പ്രൊഡക്റ്റ് ലാഭമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തി. 1986 ഉജാലയുടെ ആദ്യത്തെ പരസ്യം മാതൃഭൂമി ന്യൂസ് പേപ്പറിലും 87 റേഡിയോ വഴിയും പരസ്യം വരുന്നു. ആ വർഷം തന്നെ കേരളത്തിന് പുറത്തേക്കും ഉജാല സഞ്ചരിക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്ക്. 1992 കമ്പനിയിലെ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിൽ രൂക്ഷമായ ഒരു പ്രശ്നമുണ്ടാകുന്നു. ചില രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടലുകളും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കേരളത്തിൽ നിന്ന് ഈ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ രാമചന്ദ്രൻ തമിഴ്നാട്ടിലേക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് പറിച്ചു നടുന്നു. പോണ്ടിച്ചേരിയിൽ ജ്യോതി ലബോറട്ടറീസിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നു. 3.5 കോടി രൂപ അവിടുത്തെ ഗവൺമെന്റ് ഇതിനായി അനുവദിച്ചു നൽകി. 2 വർഷത്തിനുള്ളിൽ ആ ഒരു തുക തിരിച്ചടക്കുകയും ചെയ്തു. കാരണം ഒരു ദിവസം 50 ലക്ഷം ഉജാല ബോട്ടിലുകൾ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി പോണ്ടിച്ചേരിയിലെ ആ ഫാക്ടറിക്ക് ഉണ്ടായിരുന്നു. 1997 ആയപ്പോഴേക്കും ഇന്ത്യയിലെ ഒരു പ്രമുഖ ബ്രാൻഡായി ഉജാല മാറിക്കഴിഞ്ഞിരുന്നു. 100 കോടിയുടെ വിറ്റുവരവാണ് ആ വർഷം ഉണ്ടായത്. എന്നാൽ തന്റെ കമ്പനി സൗത്ത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, അത് ഇന്ത്യ മൊത്തം വ്യാപിപ്പിക്കണം. അങ്ങനെ ഈ 100 കോടി വിറ്റുവരവുണ്ടായതിൽ നിന്ന് 36 കോടി രൂപ ഒരു പ്രത്യേക പരസ്യം ചെയ്യാനായി അദ്ദേഹം മാറ്റിവെക്കുകയാണ്. 90കളിൽ ആ പരസ്യം TV-യിൽ കണ്ട ആരും അത് മറന്നു കാണാൻ വഴിയില്ല. നിങ്ങളുടെ കുടുംബത്തിലെ മുഴുവൻ വസ്ത്രങ്ങളും വൃത്തിയാക്കാൻ ഒരു ബക്കറ്റ് വെള്ളത്തിൽ വെറും 4 തുള്ളി ഉജാല മാത്രം മതി എന്ന പരസ്യവാചകം എല്ലാവർക്കും മനപ്പാടമായി മാറി. അങ്ങനെ അദ്ദേഹം ഉജാല എന്നത് ഇന്ത്യയിലെ ഓരോ വീട്ടിലെയും കുടുംബാംഗത്തെ പോലെയാക്കി മാറ്റി. നീലം മുക്കുക എന്ന പ്രയോഗം മാറ്റി ഉജാല മുക്കുക എന്ന പ്രയോഗത്തിലേക്ക് അദ്ദേഹം കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അങ്ങനെ ഒരു ദിവസം 10 ലക്ഷം ബോട്ടിലുകൾ വിൽക്കുന്ന തരത്തിലേക്ക് ആ ബ്രാൻഡ് മാറി. 1997 100 കോടി രൂപ വരുമാനം ഉണ്ടായിരുന്ന ഉജാല എന്ന് പറയുന്ന ബ്രാൻഡിന് 2023 ആവുമ്പോഴേക്കും അത് 2400 കോടി രൂപയുടെ വരുമാനമായി മാറി. 40 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയിലെ നമ്പർ 1 ഫാബ്രിക് വൈറ്റ്നർ ബ്രാൻഡായി ഇപ്പോഴും ഉജാല തുടരുകയാണ്. പ്രതിസന്ധികളിൽ തളരാതിരിക്കുകയും കിട്ടുന്ന അവസരം കൃത്യമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ ഏതൊരു സാധാരണക്കാരനും തൻ്റെ ബിസിനസ് സാമ്രാജ്യത്ത് ശോഭിക്കാൻ സാധിക്കും, വലിയ സാധ്യതകൾ സൃഷ്ടിക്കാൻ സാധിക്കും. MP രാമചന്ദ്രനും ഉജാലയും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്.